തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേഗത ഓരോ ദിവസവും ഏറി വരികയാണ്. കൊച്ചി നഗരത്തിലെ ബസ് യാത്രയ്ക്കിടെ വോട്ടർമാർ പങ്കുവച്ച ചില തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. ഇന്ന് ഒരു ബസ് യാത്രയാണ്. ഈ ബസ്സിലൂടെ നമ്മൾ കൊച്ചി സിറ്റി ഒന്ന് കറങ്ങുകയാണ്. ഈ ബസ് യാത്രക്കാർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അമ്മേ, തെരഞ്ഞെടുപ്പൊക്കെ വരുമല്ലേ, എന്തൊരു അഭിപ്രായം? എറണാകുളത്താണോ? വല്ലാർപാട് UDF ജയിക്കും. ആര് ജയിക്കും? എറണാകുളംകാരനാണോ? അതെ അതെ. ഇത്തവണത്തെ ഇലക്ഷൻ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ടൈറ്റ് കോമ്പറ്റീഷൻ. BJP അതുപോലെ തന്നെ നല്ലൊരു സാധനം വോട്ട് പിടിക്കും. ഇലക്ഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. എന്തൊരു പ്രതീക്ഷ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എന്നാലും BJP ഐക്യമായിട്ടൊരു സാധ്യത കിടപ്പുണ്ട്. വോട്ട് ചെയ്യുന്നില്ലേ? അതെന്താ വോട്ട് ചെയ്യാതെ? കാര്യമില്ല. എന്നാലും ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇതൊക്കെ കാണാറുണ്ടല്ലോ, പ്രചരണമൊക്കെ. എന്തോരം അഭിപ്രായം? അവരുടെ ആ നേരത്ത് ഒരു ഇപ്പം വോട്ട് വരുമ്പോൾ ആ നേരത്ത് എല്ലാവരും ചെയ്യും. അത് കഴിയുമ്പോൾ ഒരു അറിവില്ല അവരുടെ. IB നമുക്ക് ഈ ഹോസ്പിറ്റൽ കേസിനും മെഡിസിനൊക്കെ സഹായം ഉണ്ട് IBയുടെ കൊണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ കാണുന്ന എന്തൊരു ആവശ്യമൊക്കെ പറഞ്ഞാൽ അവർ ചെയ്തു തരൂല്ലല്ലോ. പിന്നെ നമുക്ക് എന്താ ആവശ്യം? ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒക്കെ വില ഒക്കെ കുറച്ചല്ലേ ഈ സമയത്ത്? അത് കഴിഞ്ഞ് അത് കൊണ്ട് നമുക്ക് നമ്മളെ ചിലവ് നടക്കുമോ, കാര്യങ്ങൾ നടക്കുമോ? ഇല്ലല്ല. വിലക്കയറ്റാണ് വലിയ പ്രശ്നം. അതാണ് പ്രശ്നം. പാവപ്പെട്ട ഞങ്ങളെ പോലെയുള്ളവർക്ക് അത് പറ്റൂല. അത് തന്നെ. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഒരു അഭിപ്രായമില്ല. കാരണം എന്തൊക്കെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. പാർട്ടിക്കാർക്ക് ഉണ്ടാവും, പക്ഷേ ജനങ്ങൾക്കുടെ ദുരിതം ഒരിക്കലും മാറില്ല. നമ്മുടെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് അതിപ്പോൾ ആരെ ജയിപ്പിച്ചു വിട്ടാലും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, ഇവിടെ യൂത്തൊന്നും അധികം ആൾക്കാർ നിൽക്കുന്നില്ല. ഇപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും ആരൊക്കെ പുറത്തോട്ട് പോകാനുള്ള ഇതാണ്. ഇവിടെ യൂത്തിനൊരു എന്നാ പറയുക, അവർക്ക് തൊഴിലവസരങ്ങൾ വേണം. അതെ അതെ, തീർച്ചയായിട്ടും വേണം. എറണാകുളത്ത് ജയിക്കുന്ന ഐബിയുടനാണ്. അതെ, അതിന് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്നത് നമ്മുടെ മോദിയായിരിക്കും. ഇന്ത്യ മുന്നണിക്ക് ഒരു സ്ഥാനമില്ല. അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഇവിടുത്തെ ഈ നീക്കം വെച്ചോണ്ട് പറഞ്ഞാൽ എറണാകുളം ഐബിയുടനുള്ള ഇപ്പോഴുള്ള നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കണേണ് ഈ ഭരണം. വളരെയധികം മോശമായ ഭരണത്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. സ്വകാര്യ ബസ് ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവർമാർ, എന്നെക്കാളും പ്രായം കുറേ ചെറുപ്പക്കാർ പിള്ളേർ എക്സൈസിൽ, പോലീസിൽ ഒക്കെ ആയിട്ട് ലിസ്റ്റിൽ കിടക്കുന്ന പിള്ളേരുണ്ട്. ആർക്കും ഇവരുടെ ആൾക്കാരെ മാത്രം ഇവർ നിയമിക്കുന്നു. അതുമാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാറി വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ UDF വോട്ട് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ BJP കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പൊതുജനങ്ങൾ മനസ്സിലാക്കി BJPയുടെ സീറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം, വിലക്കയറ്റം, ക്ഷേമ പെൻഷൻ തുടങ്ങിയ സമസ്ത മേഖലകളിലെയും വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. ക്യാമറാമാൻമാരായ ജിഷ്ണുവിനും ഗോവിന്ദനുമൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.